അങ്ങനെ ഞങ്ങൾക്ക് ചെലവില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിപ്പോ ഒരു തട്ടുകടയിൽ കയറിയാലും അവിടുന്ന് ഇപ്പൊ എങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുക. അത് ഞങ്ങൾക്ക് ഇന്ന ചെലവ്, ഞങ്ങൾ ഒരു ദിവസം ഒരു നമുക്ക് ചോറ് കിട്ടിയാലും നമ്മളത് കഴിച്ചിട്ട് ഇപ്പൊ ആര് തന്നാലും പരാതിയില്ല. ഇപ്പൊ ഞങ്ങളിപ്പം അല്ലേ, ഞങ്ങൾ ചിലപ്പോ വിളിക്കാത്ത കല്യാണം പോയി കഴിക്കും, അല്ലെങ്കിൽ ചിലപ്പോ ആരും ഞങ്ങൾക്ക് മടിയൊന്നുമില്ല, ഞങ്ങളുടെ ഭക്ഷണം അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ യൂട്യൂബ് റവന്യൂ ഭയങ്കരമായിട്ട് ഇടിഞ്ഞോ? അതിന് ഓർത്തല്ലോ ഞങ്ങൾ ജീവിക്കുന്നത്. ഇപ്പം ജോലി ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ശമ്പളത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ അതിനു വേണ്ടിയല്ല ഞങ്ങള് ജോലി ചെയ്യുന്നത്. ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാളും കൂടുതൽ ലോസ്റ്റ് ആയിരിക്കും. ഞങ്ങൾ പൈസയെ കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷെ പൈസയെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? അവിടെയാണ് അതിന്റെ വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് നമ്മള് പണത്തിന് പുറകെ സഞ്ചരിച്ച പണം എന്ന് പറയുന്ന ഒരു കറങ്ങുന്ന സാധനം, അതിന്റെ പുറകെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓടിക്കൊണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ പെട്രോൾ അടിക്കാനും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പുതിയ ഡ്രസ്സ് വാങ്ങാനും ഭക്ഷണം കഴിക്കാനും നിങ്ങൾ ഇപ്പൊ എന്നോട് ചോദിച്ചാൽ എന്റെ ബാങ്ക് ബാലൻസ് എത്രയെന്ന് വെച്ചാൽ എനിക്കറിയില്ല, അവനും അറിയില്ല. ഞങ്ങൾ ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. ഞങ്ങൾക്ക് കിട്ടുന്നു, ഞങ്ങൾ വലിയ ബാങ്ക് ബാലൻസ് ആയതുകൊണ്ടാണ് അറിയാം. ഞങ്ങൾക്കൊക്കെ ചേച്ചിയൊക്കെ കൃത്യമായിട്ട് അറിയാം. ചേച്ചി പോയിന്റ് വെച്ചുള്ള കുത്താട്ടോ. പിന്നെ ആ ഒരു 1.5 വർഷത്തെ ഗ്യാപ്പിൽ ഞങ്ങൾ 3 കമ്പനികൾ തുടങ്ങി. ഒരു ഓൺലൈൻ OLX-ന് ബദലായിട്ടുള്ള ഒരു സെല്ലർബിൾ എന്ന് പറഞ്ഞത്, പിന്നെ അതേപോലെ സെല്ലർബിൾ. പിന്നെ ഇപ്പൊ ഞങ്ങള് മലയാളികൾ സ്വന്തമായിട്ട് ഒരു ഇത്, അതായത് എന്താ പറയാന്ന് വെച്ചാൽ ഒരു മാട്രിമോണി എന്ന് വെച്ചാൽ പേബിൾ ആണല്ലോ, അതിനെ മാറ്റി ഫ്രീ ആയിട്ടുള്ള ഒരു സംഭവം. പിന്നെ അതേപോലെ അതിന്റെ പേര് ആയിട്ടില്ല, കഴിഞ്ഞാണോ? ഓ കാര്യമില്ല, ഇല്ല. അപ്പൊ അതാണ് ചേച്ചി ഞങ്ങളൊക്കെ പൂർണ്ണമായിട്ടല്ല, അവൻ കല്യാണം കഴിച്ചിട്ടില്ല. ഇല്ല, അതൊക്കെ അത് വഴിയെ പോയ ഒരു കുട്ടി, അതായത് ഞങ്ങളുടെ തന്നെ ഒരു അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ ഭാര്യ വന്നപ്പം ഞങ്ങൾക്ക് ഒരു കണ്ടന്റ് ഉണ്ടാക്കണം എന്ന് ഒരു സന്തോഷം, ഒരു മനസ്സുഖം. അദ്ദേഹം കല്യാണം കഴിച്ചില്ല, ഞാൻ മാത്രം. ആ കുട്ടിയുടെ കല്യാണാലോചന തീർന്നു. കല്യാണം കഴിച്ച നീരജ എന്ന് പറഞ്ഞൊരു നടിയാ. അപ്പൊ ഞങ്ങള് വീട്ടിൽ വന്നപ്പം പിന്നെ അവരായിട്ടുള്ള ബന്ധത്തിൽ ഇങ്ങനെ വീഡിയോ ഇട്ടെന്ന് വെച്ചപ്പോ അങ്ങനെ ഇട്ടാണ്. പലരും വിചാരിച്ചിരിക്കുന്നവന്റെ കല്യാണം കഴിഞ്ഞതാണ്. മാർക്കറ്റിൽ അങ്ങനെയൊന്നുമില്ല, അവനൊരു ചിരി ചിരിച്ച് ഇപ്പോഴും വരുമല്ല. ചേച്ചിനൊക്കെ ചിരിച്ചിട്ട് കാര്യമില്ല. അതാണ് അന്നിരുന്നപ്പോ തൊട്ട് ഇവര് ചേച്ചി ചേച്ചിന്നാ വിളിക്കണേ. എന്നിട്ട് വേണ്ട കേട്ടാ, ചേച്ചിനൊക്കെ ചിരിച്ചിട്ട് അല്ല അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ മാട്രിമോണി എന്ന് പറയുന്ന ഒരു ആപ്പ്. അതും പിന്നെ അതേപോലെ വേറൊരു സാധനം ഉണ്ടായിരുന്നു, എന്നാടാ എന്ന് പറയുന്നത്, നമ്മുടെ അടുത്ത് ഡേറ്റിംഗ് എല്ലാവർക്കും. അല്ല അത് കഴിഞ്ഞു. അതിന്റെ പേരെന്താ? അതിന്റെ പേരും ആയിട്ടില്ല. കഴിഞ്ഞു. എല്ലാവർക്കും ഒരു ചെറിയ തരിപ്പൊക്കെ ഉണ്ടാവില്ല. സന്തോഷം, അത്രേ ഉള്ളൂ. പിന്നെ കേട്ടോ, ഞാൻ ഇവർക്കൊരു പരസ്യം കൊടുക്കാതെ വിചാരിച്ച ആത്മാർത്ഥമായിട്ട് ചോദിച്ചാണ്.